Good morning, students. നമുക്ക് സെക്കൻഡ് മോഡിഫൈഡ് ഓയിലർ മെത്തേഡിലെ രണ്ടാമതൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോൾവ് ദി ഇക്വേഷൻ dy by dx equal to 1 minus y. ഞാൻ പറഞ്ഞ ഓർഡിനറി ഡിഫറൻഷിയേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോൾവ് ദി ഇക്വേഷൻ dy by dx equal to 1 minus y. Given y0 is equal to 0 using modified Euler method at x is equal to 0.1 and 0.2. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് x0, x1, x2. x0ന്റെ വാല്യൂ എത്രയാണ്? x0ന്റെ വാല്യൂ 0, x1ന്റെ വാല്യൂ എത്രയാണ്? 0.1, x2ന്റെ വാല്യൂ എത്രയാണ്? 0.2. Then y0, y1, y2. y0ന്റെ വാല്യൂ എത്രയാണ്? 0. y1ന്റെ വാല്യൂ എത്രയാണ്? അറിയില്ല. y2ന്റെ വാല്യൂ അറിയില്ല. y1 y2 കണ്ടുപിടിക്കണം. ഏത് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം? മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫോർമുല എഴുതി വെക്കാം. ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. K1 കണ്ടുപിടിക്കണം, K2 കണ്ടുപിടിക്കണം. K1 K2 ഉപയോഗിച്ച് നമ്മൾ y1 y2 എക്സെട്ര കണ്ടുപിടിക്കണം. അപ്പൊ K1 കാണാനുള്ള ഫോർമുല എന്താണ്? h into f of xn by n. K2 കാണാനുള്ള ഫോർമുല എന്താണ്? h into f of xn plus h, yn plus k1. yn plus 1 എന്താണ്? yn plus 1/2 into k1 plus k2. നമ്മൾ ഫോർമുല എഴുതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? n equal to 0 കൊടുക്കാം. ഈ സെറ്റിൽ n equal to 0 കൊടുത്തിട്ട് k1 കണ്ടുപിടിക്കുക. k1 കണ്ടുപിടിക്കാനായിട്ട് k1 is equal to എന്താണ്? h ന്റെ വാല്യൂ ഇവിടെ 0.1, 0.2. അപ്പൊ നമുക്ക് h എത്രയായിരിക്കും? h എന്നുള്ള വാല്യൂ 0.1 ആണ്. കാരണം ആ ഡിഫറൻസ് ആണ്, ആ കോമൺ ഡിഫറൻസ് ആണ്. h is equal to 0.1. അപ്പൊ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.1 into f of x0 y0. ഇനി നമ്മൾ 0 കൊടുക്കുമ്പോൾ x0 y0. That is 0.1 into ഇവിടെ f of xy എന്ന് പറയുന്നത് എന്താണ്? f of xy എന്ന് പറയുന്നത് 1 minus y ആണ്. 1 minus y ആണ്. അപ്പൊ f of x0 ന്റെ വാല്യൂ എത്രയാണ്? 0. y0 ന്റെ വാല്യൂ എത്രയാണ്? 0. അപ്പൊ നമുക്ക് 0.1 into 1 minus y, y യുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് വാല്യൂ k1 ന്റെ വാല്യൂ എത്ര കിട്ടി? k1 ന്റെ വാല്യൂ 0.1 കിട്ടി. ഇനി അടുത്ത് നമുക്ക് k2 കണ്ടുപിടിക്കാം. k2 കണ്ടുപിടിക്കുമ്പോൾ k2 ന്റെ ഫോർമുലയില് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. h ന്റെ സ്ഥാനത്ത് 0.1 f of x0 plus h എന്ന് പറയുന്നത് എന്താണ്? x1 ആണ്. yn plus k, yn plus k എന്ന് പറഞ്ഞാൽ y0 plus k1. ഇത് നോക്കാം. 0.1 into f of x1 ന്റെ വാല്യൂ എത്രയാണ്? 0.1 ആണ്. y0 plus y0 ഇപ്പൊ നമുക്ക് y0 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് അത്? 0 plus k1 ഇപ്പൊ കിട്ടിയതാണ് 0.1. അതായത് നമ്മുടെ ഈ ഡിഫറൻഷിയേഷനില് f of x equal 1 minus y ല് നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0.1ഉം വൈയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Therefore this is equal to 0.1 into 1 minus y. 1 minus 0.1. 0.1 into 1 minus 0.1 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? That is equal to 0.09. 0.09. അപ്പൊ k2 ന്റെ വാല്യൂ കിട്ടി. k1 k2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് yn plus 1, ഇനി നമ്മൾ 0 എടുക്കുമ്പോൾ y1 കിട്ടും. y1 ന്റെ വാല്യൂ എത്രയാണ്? y1 is equal to y0 plus എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കുമ്പോൾ y0 plus 1/2 into k1 plus k2. y0 എത്രയാണ്? 0 plus 1/2 into k1 എത്രയാണ്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 0.1. k2 എത്രയാണ്? 0.09. 1/2 into 0.1 0.1 plus 0.09. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.095. അപ്പോ y1 ന്റെ വാല്യൂ കിട്ടി. കണ്ടോ? k1 k2 ഉപയോഗിച്ച് y1 ന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n is equal to 0 ന്റെ സ്ഥാനത്ത് n equal to 1 കൊടുക്കാം. n equal to 1 കൊടുത്തിട്ട് k1 k2 കണ്ടുപിടിക്കാം. ആ k1 k2 ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y2 കണ്ടുപിടിക്കാം. അപ്പൊ y1 കണ്ടുപിടിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. അടുത്ത സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് n equal to 1 കൊടുക്കാം. n equal to 1 കൊടുക്കുമ്പോൾ k1 ന്റെ വാല്യൂ എത്ര നോക്കിയേ? k1 is equal to h ന്റെ സ്ഥാനത്ത് 0.1 f of x1 y1. 0.1 into f of x1 ന്റെ വാല്യൂ എത്രയായിരുന്നു? 0.1. y1 ന്റെ വാല്യൂ എത്രയായിരുന്നു? y1 ന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ് 0.095. ഇത് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. 0.1 into 1 minus y എന്നാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
1 മൈനസ് 0.095. 1 മൈനസ് 0.095. അപ്പൊ നമുക്ക് K1ന്റെ വാല്യൂ എത്ര കിട്ടണേ? K1ന്റെ വാല്യൂ 0.0905. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 0.0905. അപ്പൊ K1 കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? K2 കണ്ടുപിടിക്കണം. K2 കണ്ടുപിടിക്കുമ്പോൾ രണ്ടാമത്തെ ഫോർമുല ഇതാണ്. K2ന്റെ ഫോർമുല Hന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0.1 കൊടുത്തു. F of xn plus h. xn plus h എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ എന്നിന് നമ്മൾ 1 ആണ് കൊടുക്കുന്നത് അല്ലെ? എന്നിന് 1 കൊടുക്കുമ്പോൾ x1 plus h. അപ്പൊ ഇത് എന്തായിട്ട് മാറും? x2 ആയിട്ട് മാറും. x2 yn plus k1 y1 plus k1 that is 0.1 f of x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ആണ്. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് കിട്ടിയ y1ന്റെ വാല്യൂ എത്ര കിട്ടി? y1ന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയായിരുന്നു 0.095 പ്ലസ് k1 എത്രയാണ്? 0.0905. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമ്മള് 0.1 ഇൻറ്റു 1 മൈനസ് വൈയില് 1 മൈനസ് വൈയുടെ സ്ഥാനത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് വൈയിലേക്ക് ഇത് വൈയുടെ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന K2ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 0.081. 0.08145. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? K2 കിട്ടുന്നത്. അപ്പൊ K2 കിട്ടി. അപ്പൊ K1 K2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് y2 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? y2 is equal to y1 plus 1/2 into K1 plus K2. അപ്പോ y1 എത്രയാണ്? y1 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച y1 ആണ് 0.095 പ്ലസ് 1/2 into K1 എത്രയായിരുന്നു? 0.0905 പ്ലസ് K2 എത്രയായിരുന്നു? 0.08145. നോക്കാം. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ y2ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.18097 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. y1 കിട്ടി, y2 കിട്ടി. അപ്പൊ നമ്മുടെ എയിം എന്തായിരുന്നു? നമ്മുടെ എയിം y1 y2 കണ്ടുപിടിക്കാനായിരുന്നു. നമ്മൾ തന്നിരുന്ന ഡിഫറൻഷിയേഷൻ എന്തായിരുന്നു? dy/dx = 1 മൈനസ് y ആയിരുന്നു. നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ Runge-Kutta മെത്തേഡ്. മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ Runge-Kutta മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? y1 y2 കണ്ടുപിടിച്ചു. അതായത് ഒരു ഡിഫറൻഷിയേഷൻ നമ്മൾ സോൾവ് ചെയ്ത് അതിന്റെ വൈയുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? x0 തന്നിട്ടുണ്ട്, y0 തന്നിട്ടുണ്ട്. അതുപോലെ x0 x1 x2 ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അതായത് നമുക്ക് h കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ഫോർമുല എഴുതാം. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ഫോർമുല. ആ ഫോർമുലയിൽ ആദ്യം നമ്മൾ n = 0 കൊടുത്ത് ഇത് 3 കണ്ടുപിടിച്ചു. പിന്നെ n = 1 കൊടുത്ത് ഇത് 3 കണ്ടുപിടിച്ചു. അങ്ങനെ ചെയ്ത് പോരുമ്പോൾ നമുക്ക് y1 y2 y3 ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് y1 y2 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. y1 y2 നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോ x1 = 0.1 ആവുമ്പോ y1ന്റെ വാല്യൂ എത്രയായിരുന്നു? y1ന്റെ വാല്യൂ 0.095 ആണ്. അതുപോലെ x2 = 0.2 ആവുമ്പോ y2ന്റെ വാല്യൂ എത്രയാണ്? 0.18097. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, ശരി.